പുഴയിൽ നിന്ന് പിടിച്ച ഞണ്ടിൻ്റെ റോസ്റ്റാണ് ഇന്ന് ഉണ്ടാക്കിയേക്കുന്നത്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയുമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. തൂക്കത്തിൽ 1 കിലോ ഞണ്ടാണ് ഇന്ന് മേടിച്ചേക്കുന്നത്. ഇതിനെ ആദ്യമേ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി പീസുകളാക്കേണ്ടതുണ്ട്. പക്ഷേ അത് എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യമല്ലാത്തതുകൊണ്ട് ഇത് ഞാൻ വേറെ ആളെ തന്നെ ഏൽപ്പിക്കുവാണ്. അവരിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പീസാക്കി തരും. അതിന് ശേഷമുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം ഞാനിത് കൈമാറാൻ പോവുകയാണ്. കാരണം ഇതെൻ്റെ കയ്യിൽ കിട്ടില്ല. അങ്ങനെ നമ്മുടെ ഞണ്ടിനെയെല്ലാം നന്നായിട്ട് തേച്ചൊരച്ച് കഴുകി നല്ല പീസുകളാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ടൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ഇഞ്ച് കഷ്ണത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 10 തൊട്ട് 15 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഒരു 4 വലിയ സവോള സ്ലൈസായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വെള്ളം പെട്ടെന്ന് വലിഞ്ഞു കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സവോളയുടെ വെള്ളമൊക്കെ പെട്ടെന്ന് വലിഞ്ഞു കിട്ടും. പെട്ടെന്ന് അത് വഴന്ന് കിട്ടും. നമ്മുടെ സവോളയൊക്കെ പകുതി ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 25 തൊട്ട് 30 ചെറിയുള്ളി അത് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയുള്ളി ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മളത് ഫുള്ളായിട്ട് ചെറിയുള്ളി ഇടുവാണെങ്കിൽ വളരെ നല്ലത്. പക്ഷേ അത്രയും ക്ഷമ നമുക്കില്ലല്ലോ പൊളിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചെറിയുള്ളി, ബാക്കി സവോളയും. ഇനി ഇതിലേക്കൊരു 3 പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ശരിക്കും നല്ലൊരു ഡാർക്ക് കളർ ആവുന്നിടം വരെ നമ്മളിത് വഴറ്റേണ്ടതുണ്ട്. കുറച്ച് ടൈം എടുക്കും. കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. കുറച്ചുകൂടി പാകമായി കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, ആദ്യം ഇട്ടത് എരിവുള്ളതാണേ, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മിച്ചം പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്. ഇവയെല്ലാം കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റുക. ചെറു തീയിൽ കുറച്ച് ടൈം എടുത്ത് തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ പച്ചമണം എല്ലാം നന്നായിട്ട് മാറിക്കിട്ടണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അടി പിടിക്കാതിരിക്കാനാണ് കേട്ടോ ഇതുപോലൊക്കെ ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്കൊരു 2 വലിയ തക്കാളി സ്ലൈസായിട്ട് അരിഞ്ഞേക്കുന്നത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ ഒരു കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചെറിയ തീയിൽ മതി കേട്ടോ. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. കണ്ടില്ലേ, ഇപ്പം നമ്മളുടെ മസാലയൊക്കെ നല്ല കറക്റ്റായിട്ടുണ്ട്. നന്നായിട്ട് തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ആവശ്യം തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മളുടെ ഞണ്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ഞണ്ടിന്മേലെല്ലാം ഫുള്ളായിട്ട് നന്നായിട്ട് മസാല പൊതിഞ്ഞു വരത്തക്ക രീതിയിൽ ആ ഒരു പാകത്തിന് നമ്മൾ ഇളക്കി നന്നായിട്ടൊന്ന് ഒരു തിള വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. കണ്ടില്ലേ, ഇതേപോലെ നന്നായിട്ട് ഇളക്കി ആ എല്ലാ ഞണ്ടും നന്നായിട്ട് മസാല പൊതിഞ്ഞ് തന്നെ ഇരിക്കണം. നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. കാരണം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അതിൻ്റെ ആ സ്മെൽ കേൾക്കുമ്പം തന്നെ അറിയാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു 7-8 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 8 മിനിറ്റിന് ശേഷം ഇത് കണ്ടില്ലേ, കുറച്ചുകൂടി ഒരു ഗ്രേവി വന്നിട്ടുണ്ട്. കാരണം ആ ഞണ്ടിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങുമല്ലോ, അതിൻ്റെയാണ്. ഇനി ഇത് നമുക്ക് തുറന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഇപ്പോൾ ആ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വരട്ടിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഞണ്ട് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ നന്നായിട്ട് മസാലയൊക്കെ പൊതിഞ്ഞ് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു നല്ല കിടിലൻ കറി എന്ന് തന്നെ പറയാം. അങ്ങനെ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല കിടിലൻ കറിയാണ്. ഞാനിതൊരു ബൗളിലോട്ട് സെർവ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എത്രയും പെട്ടെന്ന് ഇതേപോലെ ഞണ്ട് മേടിച്ച് നന്നായിട്ട് റോസ്റ്റ് ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം ഉറപ്പായിട്ടും എന്നെ എഴുതി അറിയിക്കണം.